സച്ചു എന്ന് തോന്നുന്നു എന്തോ പേടി ഏതാ ഞാനും ചെയ്യുന്നുണ്ട് കിച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ആവുന്നില്ല അപ്പൊ ഓക്കെ അല്ലേ അപ്പൊ ഓക്കെ നല്ല ഫോട്ടോ എവിടുന്ന് എടുക്കാൻ പറ്റും അവിടെ സച്ചു ഉണ്ടെന്ന് പറഞ്ഞാൽ സച്ചു ഇങ്ങോട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പണ്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള ഇതാട്ടാ റിങ് നമ്മൾ ഈ ചെവിയിൽ ഇടുന്നില്ലേ കാതിൽ ഇപ്പോഴത്തെ ഇത് ഇത്രയും വലിയ സാധനം എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നില്ല എന്താ വലിപ്പത് പിന്നെ ആഭരണം ഹായോൾ തെരപ്പരമലൂസാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് വിശ്വസിക്കുന്നു അതെ 1, 2 കഴിഞ്ഞ് ഇനിയിപ്പോൾ 3 ആണ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ അല്ലേ എന്താണ് എല്ലാവരും ഫസ്റ്റും സെക്കൻഡും നന്നായിട്ട് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇനി നമ്മൾ വരുന്ന മൂന്നാമത്തെ എപ്പിസോഡും എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതെ അതെ ഇപ്പൊ നല്ല നല്ല ഇത് കമന്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതെ നിങ്ങളെ കമന്റ്സ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി പവർ വരുന്നത് പിന്നെ നല്ല പവറോട് കൂടിയിട്ട് ഇതിപ്പം ഈ വയനാട് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഓൾ കേരള ട്രിപ്പ് നമ്മൾ അടിക്കേണ്ട ഒരു പ്ലാനിങ്ങും കൂടി ഇങ്ങനെ നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നല്ല കട്ടക്കുള്ള സച്ചു പറയുന്ന പോലെ നല്ല കട്ടക്കുള്ള സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവില്ല അതെ അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയാം അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് സേഫ്റ്റി സാനിറ്റൈസറിൽ ഇട്ടിട്ട് പോകട്ടെ കുറച്ചും കൂടി സേഫ്റ്റി ആയിട്ട് പോകുന്നതാണ് നല്ലത് അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ബെൽറ്റെല്ലാം ഇടണം ക്യാമറ പിടിച്ചാ അപ്പോൾ പോയിട്ടുണ്ട് വലിയ ധൈര്യത്തിൽ നോക്കട്ടെ അന്നെല്ലാം കുറേ കളിയാക്കിയിട്ട് പോയേ വലിയ ധൈര്യശാലിയായിട്ട് പോയിട്ടുണ്ട് നോക്കട്ടെ എന്താ സംഭവിക്കുന്നത് കിച്ചു സച്ചു എല്ലാം നോക്കുന്നുണ്ട് റെഡിയാകുന്ന ഞാൻ പോകേണ്ട പരിപാടി ആയിരിക്കും രണ്ടാക്കും കയറേണ്ടി വരും രണ്ടാളും നോക്കുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് പപ്പേനെ എന്തെല്ലാം ചെയ്യുന്നെന്ന് അപ്പൊ ബെൽറ്റെല്ലാം ഇട്ട് കഴിഞ്ഞു നമുക്ക് നോക്കാം അപ്പുറം മാറ്റി ഇത് എത്ര മീറ്റർ അപ്പോൾ ഓക്കെ നമ്മളെ സെറ്റിങ്സ് എല്ലാം ആയിട്ടുണ്ട് ഇനി നമ്മളൊന്ന് നോക്കട്ടെ എന്തിൻ്റെ പരിപാടി നോക്കാനാ ടോട്ടൽ 400 മീറ്റർ പറഞ്ഞിട്ടാ 200 മീറ്റർ അങ്ങോട്ടും 200 മീറ്റർ ഇങ്ങോട്ടും അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഇരുന്നോളൂ താഴെ കിടന്നു ഒരു മിനിറ്റ് നല്ലോണം കിടന്നു കൈ വിട്ടോ കേട്ടോ നല്ലോണം അങ്ങനെ കിടന്നോളൂ 2 കൈ വിടാം 2 കൈ വിടാം 2 കൈ വിടാം അപ്പോൾ അത് സ്റ്റാർട്ടാകാൻ പോകും കേട്ടോ 2 കൈ വിട്ടോ കേട്ടോ ഓക്കെ എടേ അടിപൊളി കേട്ടോ തിരിഞ്ഞ് വരുന്നത് അതാണ് പ്രശ്നം കേട്ടോ അടിപൊളി ഇത് നമ്മൾ ഡബിൾ ജേഴ്സിനെ ചെയ്യാൻ വിചാരിച്ചത് ഇപ്പം അതിന് ടൈമായി അപ്പോൾ 1 സൈഡായി സെയിം ഉണ്ടല്ലേ റെഡി സിപ്പ് ലൈൻ ഇവിടെ വന്നാൽ എല്ലാവർക്കും ചെയ്യാട്ടോ അത്ര വലിയൊരു ഡേഞ്ചറായിട്ടൊന്നും തോന്നുന്നില്ല നല്ല അടിപൊളിയാണ് കുറുവാ ദ്വീപ് കേട്ടോ വയനാട്
സാറാ സാമ്പിളോ എങ്ങനെയുണ്ടായിരുന്നു സാർ? ആ അടിപൊളിയാ അടിപൊളിയാ. ഇത് നമ്മൾ ജബൽ ജയ്സ് പോയിട്ടില്ലേ? ജബൽ ജയ്സ് പോയില്ലേ നമ്മൾ അവിടുന്ന് UAE? അപ്പോൾ അവിടുന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുഴപ്പമൊന്നുമില്ല, അടിപൊളി, നല്ല സുഖമായിട്ട് പോയി, ഫ്രീ ആയിട്ട് എല്ലാവർക്കും പോകാൻ പറ്റും. അതെ. പിന്നെ ആദ്യം കുറച്ച് ഇവിടുന്ന് വിടുന്ന സമയമില്ലേ, ഇത് ഇവിടുന്ന് കുറച്ച് അവർ അവിടെ എത്തുന്നവരെ ചെറിയൊരു ഇതുപോലെ ഉണ്ടാവും, പിന്നെ സുഖമായിട്ട് പോകും. പിന്നെ ഇതിനെക്കാട്ടും വലുതായിരുന്നു നമ്മൾ അവിടെ ചെയ്യാൻ പോയത്, അതുകൊണ്ട് ഇത് അത്ര പേടിയായിട്ട് തോന്നുന്നില്ല. ശ്വാസം മുട്ടുന്ന പോലെ അധികം പേടിക്കേണ്ട ആവശ്യമില്ല, അത്രേ ഉള്ളൂ. കയറുന്നടാ കിച്ചു ഒന്ന് നോക്കുന്നാല് നമ്മൾ കിച്ചുവിനൊന്ന് വിട്ടോക്കെ. ഓക്കെ, സച്ചും കൂടി ബെൽറ്റ് ഇടുന്നുണ്ട്. തേരാപ്പാര മല്ലൂസ്, തേരാപ്പാര. ഇത് എങ്ങനെ തുടങ്ങിയിട്ട് കുറെ എത്ര വർഷമായി? നമ്മൾ 4ാമത്തെ വർഷം. അങ്ങനെ ആൾക്കാരുടെ എങ്ങനെ? കുഴപ്പമില്ല, ഇപ്പോൾ ഈ കുറച്ച് കുറവുണ്ട്. വയസ്സിന് താഴെയുള്ള കുട്ടികൾ അലോഡ് ചെയ്യുന്നില്ലല്ലോ ഇപ്പോൾ. ഇത് എത്ര വയസ്സ് മുതൽ സ്റ്റാർട്ടിങ്? 10 വയസ്സിന് മുകളിലോട്ടാണ്? 3 വയസ്സിന് മുകളിലോട്ട് ചെയ്യാൻ പറ്റും, ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതിന് അത്ര ഒരു ഡേഞ്ചർ ആയിട്ട് എനിക്ക് തോന്നില്ല, ഫുൾ സേഫാണ്, എല്ലാം സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഈ ഒരു സ്ഥലത്തെന്ന് വെച്ചാൽ ഒരു 200 ദിർഹംസിന് അല്ല 200 റുപ്യക്ക് നമ്മൾ അവിടെ പറഞ്ഞിട്ട് ദിർഹംസ് തന്നെ പറഞ്ഞു. റാസൽ കൈമ ജബൽ ജയ്സ് ലോങ്ങസ്റ്റ്. അപ്പോൾ ഇതാ കിച്ചു സച്ചു ഓക്കെ ആണ് കേട്ടോ. അവിടെ നിന്ന് സച്ചു അത് സച്ചു അങ്ങനെ അവളെ കിച്ചുതാ സിപ്പ് ലൈനിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. പോയി നിന്നോ, അവിടെ കിച്ചണിൽ നിന്ന് നോക്കിക്കോന്ന്, ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. സേഫ് അല്ലേ പോയത്? കിച്ചു പോകുന്നു കേട്ടോ. നമുക്ക് സച്ചുവിനോട് ചോദിക്കാം എന്താണ്. സച്ചു, നമുക്ക് സച്ചുവിനോട് ചോദിക്കാം എന്താണ് പേടിയുണ്ടെന്ന് ചോദിക്കുന്നത്. സച്ചു എന്നാ തോന്നുന്നു? എന്ത് പേടി? നീല പറഞ്ഞ ഞാനും ചെയ്യുന്നുണ്ട്, കിച്ചു ചെയ്യുന്നുണ്ടെങ്കിലും ആവുന്നില്ല. അപ്പൊ ഓക്കെ അല്ലേ? ഇവിടെ അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു കിച്ചു സച്ച് വരുന്നുണ്ട് കേട്ടോ. സച്ച് വെയിറ്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്ലോ ആയിട്ട് വരുന്നത്. പറയിച്ചു എന്ന് പറയുന്നത് എന്നാലും എങ്ങനെയാണ് ഇവിടുന്ന് വിട്ടേരെങ്കിലും സ്ലോ ആയാ? സച്ചോ എങ്ങനെയുണ്ട് പോകുമ്പോ? എങ്ങനെയുണ്ട്? അതെ, ഒന്നും കൂടി നോക്കിയാൽ നമുക്ക് ഇനി വേണ്ടി അത്രയും പോകല്ലോ, സംഭവം മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ സിപ്പ് ലൈൻ നമ്മൾ 3 നാൾ ചെയ്തിട്ടാ. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഒരാളും കൂടി ഉണ്ട്, നമ്മൾ പറഞ്ഞിങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പേടിച്ചിട്ടൊന്നുമില്ല, നമ്മൾ ഈ ചെറുതൊന്നും ചെയ്യില്ല, വലുതിലേക്ക് പോകണം എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ദുബായ് എവിടെ പോയിട്ടാൻ പറ്റും നോക്കാം. അപ്പോൾ സിപ്പ് ലൈൻ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ തന്നെ നമ്മൾ പോകുമ്പോൾ കണ്ടിരുന്നു ഒരു ട്രൈബൽ മ്യൂസിയം ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കണം. 30 രൂപയാണ് ഇതിൻ്റെ എൻട്രി ഫീസ് കേട്ടോ. അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പം ഉള്ളിലോട്ട് പോവാം.
അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടാ. കടന്ന ഉടനെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ശരിക്കും രണ്ട് സൈഡിലും മണ്ണും കാര്യങ്ങളിലായിട്ടാണ്. അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ വൈഫിനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതില് പട്ടികവർഗ ജാതിക്കാര് അത് ഒരാള് തന്നെയാണ് ഇത് മുഴുവൻ ചെയ്തെന്നാ പറഞ്ഞത്. നിത്യ ചൈതന്യന്റെ പുറത്തെ ചേച്ചി അങ്ങനെ പറഞ്ഞു. ഇതാണ് അവരാണ് ഒറ്റൊരാളാണ് ഇത് മുഴുവൻ ചെയ്തത്. ഒരുപാടുണ്ട് കാണാൻ. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു മ്യൂസിയം. കുറുവ ദ്വീപിൽ വരുമ്പോൾ നമുക്ക് സിപ്പ് ലൈൻ ചെയ്യാം, ഈ മ്യൂസിയത്തിൽ കയറാം, പിന്നെ അവിടെ ചങ്ങാടത്തിൽ കയറാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട്. സച്ചു നല്ല ഫോട്ടോ എവിടെ നിന്ന് എടുക്കാൻ പറ്റും, അവിടെയെല്ലാം സച്ചു ഉണ്ടാകുന്ന പറഞ്ഞാൽ. സച്ചു ഇങ്ങോട്ടൊക്കെ അല്ല, സച്ചു റെഡി. ഒരു മുഴ പറ്റിയ 1 ലിറ്റർ വരെ വെള്ളം കിട്ടും. അവര് തേനൊക്കെ ശേഖരിക്കാൻ വേണ്ടി പോകുമ്പോൾ വെട്ടി കുടിക്കുന്നതാണ്. കാട്ടിൻ്റെ ഉള്ളിൽ. പിന്നെ അവരുടെ മൺകുടിൽ ക്ലാൻ ഹട്ട്, ഫെസ്റ്റിവൽസ്, മോളിലെല്ലാം ഫിഷിംഗ് ഉപകരണങ്ങളാണ്. ചൂണ്ട, വെട്ടല്, ഫിഷിംഗ് നെറ്റ്. ഇത് പണ്ടുള്ള ചൂണ്ടല്ലേ? കാർഷിക ഉപകരണങ്ങൾ, ഇതെല്ലാം സ്ക്രിപ്റ്റുകളാണ് കേട്ടോ. എല്ലാം മണ്ണിൽ ചുറ്റിട്ടുള്ള ചെവിയാണ്. കണ്ടിട്ടില്ലേ? ഇതൊക്കെ കണ്ടിട്ടില്ലേ? പണ്ടുള്ളല്ലേ? എന്താ അതിന് വേറെന്താ പറയാനുള്ള? ആദിവാസികളുടെ ക്രിസ്ത്യൻസിന്റെ ഒക്കെ തോടാന്നൊക്കെ പറയും. മഞ്ചാടിക്കുരു. മഞ്ചാടിക്കുരു അല്ലേ ഇതിന്റെ ഉള്ളിൽ കാണുന്നത്? അതിന്റെ ഒറിജിനൽ അവിടെ ഉണ്ടാവും. പിന്നെ ഇതാണ് പണ്ടത്തെ ഇപ്പം പറഞ്ഞ ഒരു പണ്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള ഇതാട്ടാ റിങ്. നമ്മൾ ഈ ചെവിയിൽ ഇടുന്നില്ലേ, കാതിൽ. ഇപ്പോഴത്തെ ഇത് ഇത്രയും വലിയ സാധനം എങ്ങനെയത് ഉപയോഗിക്കുന്നറിയില്ല. എന്താ വലിപ്പത്. പിന്നെ ആഭരണങ്ങൾ. അതെ ഓരോ നാണയങ്ങൾ കൊണ്ടാട്ടോ മാല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതാണ് നിത്യചൈതന്യയുടെ ശില്പം. അപ്പോൾ ഇത് നിർമ്മിച്ച ആളാണ് ജോർജ്. ഇതാണ് ജോർജ്, ഇതാണ് നിത്യചൈതന്യ കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനാണ് ഇത് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള ശില്പങ്ങളും ജോർജാണ് ഫുൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത്. അത് ഭയങ്കര ഒരു കഴിവ് തന്നെയാണ്. പക്ഷേ ഇത് കൂടുതലാക്കുന്ന അറിയാൻ സാധ്യതയില്ല. ഇങ്ങനെ ഈ കുറുവ ദ്വീപ്, ഈ സ്ലിപ്പ് ലൈൻ ഇതെല്ലാം പോകുന്ന ഒറ്റ റൂട്ടിലാട്ടെ ഇതും ഉള്ളത്. അപ്പോൾ വരുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ കാണും ഇത്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഒന്ന് കയറി നോക്കുക. ഓക്കെ, ഒരു 30 രൂപ മാത്രമേ അതിന് ചിലവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയിപ്പം പാർട്ട് 4 ആണ് വരാനുള്ളത്. അപ്പോൾ എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് 4 വരുന്നവരെ എല്ലാവർക്കും കാത്ത് നിൽക്കുക. അപ്പോൾ പാർട്ട് 4 വരും. അപ്പോൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്താൽ അതും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ. കാട്ടാൻ്റെ കുഞ്ഞല്ലേ? 2 കുട്ടികളുണ്ടല്ലേ? മാനുകൾ തന്നെ കേട്ടോ, കൂടുതലുണ്ടോ മാനൊക്കെ ഉണ്ടാവും. നമ്മളൊരു കുട്ടി കാട്ടിൽ നിന്ന് വർഷം നെല്ലിക്ക വെക്കുന്നു കേട്ടോ. എത്രയാണ്? 50 അല്ലേ? ഒരു 50 രൂപ.